To view this video in English, please click the link given above. 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സിലെ C4 സൈക്കിളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമ്മൾ കണ്ടു സാധാരണ ഒരു ഫോട്ടോസിന്തസിസ് ലൈറ്റ് റിയാക്ഷനും C3 സൈക്കിൾ അഥവാ ഡാർക്ക് റിയാക്ഷനും ഉണ്ട്. ഇനി ടെമ്പറേറ്റ് പ്ലാന്റ്സിൽ ഹൈ ലൈറ്റ് ഇൻറ്റൻസിറ്റിയും ഹൈ ടെമ്പറേച്ചറും ഒക്കെ വരുമ്പോൾ ഒരു അൺനെസസറി ആയിട്ടുള്ള ഒരു സൈക്കിൾ നടന്നു പോകുന്നുണ്ട് അല്ലേ? അതിനെ നമ്മൾ എന്ത് പേരിട്ടു? ഫോട്ടോ റെസ്പിറേഷൻ അഥവാ C2 സൈക്കിൾ. C2 സൈക്കിളിൽ 2 PGA ഉണ്ടാകുന്നതിന് പകരം റുബിസ്കോ ഓക്സിജനേഷൻ നടത്തി ഒരു PGAയും ഒരു ഫോസ്ഫോ ഗ്ലൈക്കോലേറ്റും ഉണ്ടാക്കും. എന്നിട്ട് ഈ ഒരു PGA മാത്രമേ C3 സൈക്കിളിൽ കടക്കുന്നുള്ളൂ. മറ്റേത് അനാവശ്യമായിട്ടൊരു C2 സൈക്കിളും നടത്തുന്നുണ്ട്. അവിടെ ATP ഉണ്ടാക്കുന്നതിന് പകരം റിലീസ് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുന്നതിന് പകരം റിലീസ് ചെയ്യുന്നു, ഗ്ലൂക്കോസ് ഒന്നും ഉണ്ടാക്കുന്നുമില്ല. അതുകൊണ്ട് അതൊരു അട്ടർലി വേസ്റ്റ് പ്രോസസ്സാണ്. പക്ഷേ ഭാഗ്യത്തിന് അത് ടെമ്പറേറ്റ് പ്ലാന്റ്സിലാണ് നടക്കുന്നത്. ടെമ്പറേറ്റ് റീജിയൻ ഓൾറെഡി തണുപ്പാണ്, അത്ര ലൈറ്റൊന്നുമില്ല, അപ്പോൾ അത് റെയറായിട്ടേ സംഭവിക്കുകയുള്ളൂ. അതേസമയം ട്രോപ്പിക്കൽ പ്ലാന്റ്സിലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിലോ? ട്രോപ്പിക്കൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹൈ ലൈറ്റ് ഇൻറ്റൻസിറ്റിയും ഹൈ ടെമ്പറേച്ചറും ഓക്സിജനും ഒക്കെ ഉള്ളതല്ലേ. അപ്പോൾ അവർ എപ്പോഴും ഈ C2 സൈക്കിൾ നടത്തിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയ തന്നെ ഇൻഎഫിഷ്യൻ്റ് ആയിട്ട് പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും. അപ്പോൾ ഈ പ്ലാന്റ്സ് ഒരു അഡാപ്റ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഫോട്ടോ റെസ്പിറേഷൻ അഥവാ പ്രകാശ ശ്വസനത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് മറ്റൊരു സൈക്കിളുണ്ട്. അതിൻ്റെ പേരാണ് C4 സൈക്കിൾ. അപ്പോൾ C4 സൈക്കിൾ ഉണ്ടെങ്കിൽ എന്ത് നടക്കില്ല? C2 സൈക്കിൾ നടക്കില്ല. C2നെ ഒഴിവാക്കാനുള്ള ഒരു മാർഗ്ഗമാണ് C4 സൈക്കിൾ. അപ്പോൾ നമ്മൾ കണ്ടു ഈ റുബിസ്കോയാണ് ഓക്സിജനേഷൻ അല്ലെങ്കിൽ കാർബോക്സിലേഷൻ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ റുബിസ്കോയിൽ ഓക്സിജൻ ബൈൻഡ് ചെയ്താൽ ഓക്സിജനേഷൻ നടന്ന് റെസ്പിറേഷൻ നടക്കും. അതല്ല കാർബൺ ഡൈ ഓക്സൈഡ് ബൈൻഡ് ചെയ്താൽ നമ്മുടെ C3 സൈക്കിൾ നടക്കും. അപ്പോൾ ഏതാണ് ബൈൻഡ് ചെയ്യുന്നതാണ് C2 അല്ലെങ്കിൽ C3 നടക്കുന്നതെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്കിത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ റുബിസ്കോയുടെ ചുറ്റിനും ഓക്സിജൻ വരാൻ പാടില്ല. റുബിസ്കോയുടെ ചുറ്റിനും ആരേ പാടുള്ളൂ? കാർബൺ ഡൈ ഓക്സൈഡ്. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമേ പാടുള്ളൂ. അപ്പോൾ റുബിസ്കോയ്ക്ക് ഒരു ചോയ്സ് ഇല്ല. എന്തേ നടക്കുള്ളൂ? കാർബോക്സിലേഷൻ നടന്നിട്ട് 2 PGA ഉണ്ടായിട്ട് നമ്മുടെ C3 സൈക്കിൾ ഫോട്ടോസിന്തസിസ് നടക്കും. അപ്പോൾ അതാണ് ഇവിടുത്തെ സംഭവം. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത്? ഏതൊക്കെ പ്ലാന്റ്സിലാണ് ഇതുള്ളത്? ഷുഗർ കെയിൻ, സോർഗം, മെയ്സ്, മില്ലറ്റ്, ഇതെല്ലാം മോണോക്കോട്ട് ഗ്രാസ് വെറൈറ്റീസ് ആണ്, ട്രോപ്പിക്കൽ പ്ലാന്റ്സ്. ഇതിൻ്റെ മറ്റു പേരൊന്ന് നോക്കാം. C4 സൈക്കിൾ. ഇതിൽ ആദ്യം ഉണ്ടാകുന്ന കോമ്പൗണ്ട് ഒരു 4 കാർബണുള്ള ഓക്സാലോ അസറ്റിക് ആസിഡ് ആയതുകൊണ്ട് ഇതിനെ C4 സൈക്കിൾ എന്ന് വിളിക്കുന്നു. ഇത് കണ്ടുപിടിച്ചത് ഹാച്ച് ആൻഡ് സ്ലാക്ക് എന്ന സയൻറ്റിസ്റ്റ് ആണ്. അതുകൊണ്ട് ഹാച്ച് ആൻഡ് സ്ലാക്ക് സൈക്കിൾ എന്നും പറയാം. ഇനി ഉണ്ടായ ഓക്സാലോ അസറ്റിക് ആസിഡ് ഒരു ഡൈകാർബോക്സിലിക് ആസിഡ് ആണ്. അതുകൊണ്ട് അതിനെ ഡൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്നും പറയും. അപ്പോൾ ഈ പേരുകളെല്ലാം വ്യക്തമായി പഠിച്ചു വെക്കണേ. ഇനി ഈ ഇങ്ങനെയുള്ള പ്ലാന്റ്സ്, അതായത് ഈ ട്രോപ്പിക്കൽ റീജിയനിൽ ഈ C2 സൈക്കിൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് C4 അഡാപ്റ്റേഷനുള്ള പ്ലാന്റ്സിന് ഒരു പ്രത്യേകതരം ലീഫ് അനാട്ടമി ഉണ്ട്. അതാണ് ക്രാൻസ് അനാട്ടമി. നിങ്ങളിവിടെ കാണുന്നത് പോലെ ഈ ക്രാൻസ് അനാട്ടമിയിൽ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കി എന്താ വ്യത്യാസം? സാധാരണ ലീവ്സിൽ മീസോഫിലിനെ അപ്പർ പാലിസൈഡ് ലോവർ സ്പഞ്ചി ആയിട്ട് തിരിക്കും. ഇവിടെ അതില്ല. ഇവിടെ ഒറ്റ ടൈപ്പേ ഉള്ളൂ, ഫുള്ള് മീസോഫിലാണ് അല്ലേ? അതൊന്ന്. 2, വാസ്കുലർ ബണ്ടിലിന് ചുറ്റും വലിയ സെൽസ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് ബണ്ടിൽ ഷീറ്റ് സെൽസ്. അത് ലാർജ് ബണ്ടിൽ ഷീറ്റ് സെൽസ് ആണ്. അതിനകത്ത് ആ ബ്ലാക്ക് കളറിൽ കാണുന്നത് ക്ലോറോപ്ലാസ്റ്റ് ആണ്. ക്ലോറോപ്ലാസ്റ്റും എന്താണ്? ലാർജ് ആണ്, പക്ഷെ അത് എഗ്രാനലാണ്, അതായത് ഗ്രാനം പോലെ അടുക്കി വെച്ചിട്ടില്ല. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇതൊരു വട്ടത്തിലുള്ളൊരു ഫ്ലോറൽ അറേഞ്ച്മെൻറ്റ് പോലെ കാണുന്നുണ്ട് അതല്ലേ? അങ്ങനെയുള്ള ഫ്ലോറൽ അറേഞ്ച്മെൻറ്റ് നമ്മൾ സാധാരണ പറയുന്നത് റീത്ത് എന്നാണ്. നമ്മൾ സാധാരണ ക്രിസ്മസ് റീത്തൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതുകൂടാതെ മരിക്കുമ്പോൾ ആളുകളെ ആദരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ റീത്ത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ സർക്കുലർ ഫ്ലോറൽ അറേഞ്ച്മെൻറ്റ് പോലെ ഇരിക്കുന്ന റീത്ത് പോലെ ഇരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ലാറ്റിൻ വേർഡായ ക്രാൻസ് എന്ന് ഉപയോഗിക്കുന്നു. അപ്പോൾ അതാണ് ക്രാൻസ് അനാട്ടമി. ഇനി മീസോഫിൽ സെല്ലിൽ എന്തുണ്ട്? ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. അത് നമ്മുടെ നോർമൽ ഗ്രാനൽ ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ആദ്യം മീസോഫിൽ സെല്ലിൽ ഫോട്ടോ കെമിക്കൽ ഫേസ് നടക്കും. അത് PEP കാർബോക്സിലേസ് എന്നൊരു എൻസൈമിൻ്റെ സാന്നിധ്യത്തിലാണ്. നമ്മൾ റുബിസ്കോയെ വെളിയിൽ വെക്കില്ല, കാരണം വെളിയിൽ വെച്ചാൽ അത് ഓക്സിജനുമായിട്ട് ചേരും. അതുകൊണ്ട് നമ്മൾ റുബിസ്കോയെ ഒളിപ്പിച്ച് ബണ്ടിൽ ഷീറ്റിനകത്ത് വയ്ക്കും. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമേ കാണുകയുള്ളൂ. അതെങ്ങനെയാണെന്ന് നമുക്കിനി മനസ്സിലാക്കാം. അപ്പോൾ ആദ്യത്തെ ഫോട്ടോ കെമിക്കൽ ഫേസ് നടക്കുന്നത് മീസോഫിൽസ് ക്ലോറോപ്ലാസ്റ്റിലും, പിന്നീടുള്ള ബയോസിന്തറ്റിക് ഫേസ് ആണ് നമ്മുടെ ഉള്ളിലെ ബണ്ടിൽ ഷീറ്റ് സെല്ലിൽ നടക്കുന്നത്. ഇനി C4 സൈക്കിളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് റുബിസ്കോയെ നമ്മൾ ബണ്ടിൽ ഷീറ്റിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. റുബിസ്കോയുടെ ചുറ്റും ഓക്സിജൻ വരാനേ പാടില്ല, കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമേ പാടുള്ളൂ. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തുടങ്ങുന്നത് മീസോഫിലിലാണ്. മീസോഫിലിൽ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ഉണ്ട്. അതിൻ്റെ പേരാണ് ഫോസ്ഫോ ഈനോൾ പൈറുവിക് ആസിഡ്. ഈ ഫോസ്ഫോ ഈനോൾ പൈറുവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ചേരും, അതായത് കാർബോക്സിലേഷൻ നടക്കും. അതിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം PEP കേസ്, ഫോസ്ഫോ ഈനോൾ പൈറുവിക് ആസിഡ് കാർബോക്സിലേസ്. ഈ PEP കേസ് എൻസൈം മാത്രമേ മീസോഫിലിലുള്ളൂ, അവിടെ റുബിസ്കോ ഇല്ല.
അതിൻ്റെ ഫലമായിട്ട് ഒരു 4 കാർബണുള്ള ആസിഡ് ഉണ്ടാവും. അതിൻ്റെ പേരാണ് ഓക്സാലോ അസറ്റിക് ആസിഡ്. അതുകൊണ്ടാണ് അതിനെ C4 സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഇനി ഓക്സാലോ അസറ്റിക് ആസിഡ് ഉടനെ തന്നെ കൺവേർട്ട് ചെയ്തിട്ട് മലീക് ആസിഡായിട്ട് മാറും. മലീക് ആസിഡും ഒരു 4 കാർബൺ ആസിഡാണ്. ഇനി ചില സമയത്ത് ഈ മലീക് ആസിഡ് അസ്പാർട്ടിക് ആസിഡായിട്ട് മാറുമെങ്കിലും അതൊരു റിവേഴ്സിബിൾ റിയാക്ഷനാണ്. തിരിച്ച് വീണ്ടും മലീക് ആസിഡായിട്ട് തന്നെ മാറും. ഇനി ഈ ഉണ്ടായ മലീക് ആസിഡിനെ നമ്മുടെ മീസോഫിൽ സെൽസിൽ നിന്ന് ബണ്ടിൽ ഷീറ്റ് സെൽസിലേക്ക് കൊടുക്കും. ബണ്ടിൽ ഷീറ്റ് സെല്ലിൽ എത്തിയ മലീക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യും. 4 കാർബണുള്ള മലീക് ആസിഡിൽ നിന്ന് 1 കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോയാൽ അത് 3 കാർബണുള്ള ആസിഡായിട്ട് മാറും. അതിൻ്റെ പേരാണ് പൈറുവിക് ആസിഡ്. അപ്പോൾ ഈ പുറത്തു വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആരുടെ സാമീപ്യത്തിലാണുള്ളത്? നമ്മുടെ റുബിസ്കോയുടെ. അപ്പോൾ റുബിസ്കോയ്ക്ക് അവിടെ നോക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ റുബിസ്കോ വിചാരിക്കുന്ന ഞാൻ കാർബോക്സിലേഷൻ ചെയ്തേക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് ബൈൻഡ് ചെയ്തിട്ട് കാർബോക്സിലേഷൻ നടക്കും. അതായത് C3 സൈക്കിൾ നടക്കും. അപ്പോൾ ബണ്ടിൽ ഷീറ്റിൽ എന്ത് മാത്രമേ നടക്കുകയുള്ളൂ? C3 സൈക്കിളേ നടക്കുകയുള്ളൂ. അവിടെ എന്ത് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു? ഫോട്ടോ റെസ്പിറേഷൻ അവോയ്ഡ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? ഇനി ഈ പൈറുവിക് ആസിഡ് അവിടെ നിന്നിട്ട് പ്രയോജനമൊന്നുമില്ല. പൈറുവിക് ആസിഡ് തിരിച്ച് എങ്ങോട്ട് വരും? മീസോഫിലിൽ വരും. വന്നു കഴിഞ്ഞ ഉടനെ പൈറുവിക് ആസിഡ് വീണ്ടും ATP ആയിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഫോസ്ഫോ ഈനോൾ പൈറുവിക് ആസിഡായിട്ട് മാറും. ആ ഫോസ്ഫോ ഇനോൾ പൈറുവിക് ആസിഡാണ് കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ. അത് വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നു, ഓക്സാലോ അസറ്റിക് ആസിഡായിട്ട് മാറുന്നു, മലീക് ആസിഡായിട്ട് മാറുന്നു, ബണ്ടിൽ ഷീറ്റിൽ പോകുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ കളഞ്ഞുന്നു. ആ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് റുബിസ്കോ C3 സൈക്കിൾ നടത്തുന്നു. പൈറുവിക് ആസിഡായിട്ട് മാറിയ മലീക് ആസിഡ് പൈറുവിക് ആസിഡ് തിരിച്ചു വരുന്നു, വീണ്ടും PEP ആയിട്ട് മാറുന്നു. ഈ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഈ സൈക്കിൾ എന്തിനുള്ളതാണ്? C2 സൈക്കിളിനെ അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ഒരു അഡാപ്റ്റേഷനാണ്. എവിടെയാണുള്ളത്? ട്രോപ്പിക്കൽ ഗ്രാസസിലാണ് മെയിനായിട്ട് കാണുന്നത്. ഇനി ഇതിൻ്റെ എനർജി നോക്കിയാൽ സാധാരണ ഒരു C3 സൈക്കിളിന് 18 ATP ആണ് ആവശ്യം. പക്ഷേ ഇവിടെ കുറച്ചും കൂടെ കൂടുതൽ വേണം. കാരണം നോർമൽ C3 നടക്കാൻ 18 വേണം. അത് കൂടാതെ ആ ഹാച്ച് ആൻഡ് സ്ലാക്ക് ആദ്യത്തെ ആ പാത്വേ നടക്കാനായിട്ട് ഒരു 12 ATPയും കൂടെ വേണം. അപ്പോൾ ടോട്ടൽ എത്രയായി? 30 ATP മോളിക്യൂൾസ് ആണ് ആവശ്യം. പക്ഷേ അത് എനർജി ഇത്തിരി കൂടുതൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. കാരണം ഇതെന്താണ്? ഹൈലി എഫിഷ്യൻറ്റ് പ്രോസസ്സാണ്. എന്തുകൊണ്ടാണ് ഇത് എഫിഷ്യൻ്റ് ആകുന്നത്? കാരണം അവിടെ ഫോട്ടോ റെസ്പിറേഷൻ എന്ന അനാവശ്യമായ സൈക്കിളിനെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മൾ C4 സൈക്കിളിൽ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബയോളജി മൈ പാഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്.